ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസത്തിന് ശേഷം വന്നേക്കാണ് വീണ്ടും വീഡിയോയുമായിട്ട്. ലൈവ് ഇടുന്നുണ്ട്, പക്ഷെ വീഡിയോ ആയിട്ട് വരുന്നത് ഇപ്പോഴാണ്, കുറച്ച് ദിവസത്തിന് ശേഷം. അപ്പോൾ ഗായ്സ്, ഇന്ന് സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ സോപ്പ് ബേസ് മൊത്തം തീർന്നു ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാൻ പകരമായിട്ട് സോപ്പ് ബേസിന് പകരം എടുത്തേക്കുന്നതാ ഒരു പിയേഴ്സ് സോപ്പാണ് എടുത്തേക്കുന്നത്. ഇത് വെച്ച് നമുക്ക് തുളസിയുടെ ഒരു സോപ്പ് ഉണ്ടാക്കാം. തുളസി നമുക്കറിയാമല്ലോ, അപ്പോൾ വളരെ ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് സോപ്പ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇത് നമുക്ക് കട്ട് ചെയ്ത് പൊട്ടിച്ചെടുക്കാം. ഗായ്സ്, എൻ്റെ കത്തി ഭയങ്കര ദാരിദ്ര്യമാണ്, പക്ഷേ ഇതേ ഉള്ളൂ. പൊട്ടിക്കാം. ഇത് എത്ര ഗ്രാം വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ നോക്കട്ടെ. 100 ഗ്രാം ആണെന്ന് തോന്നിയിട്ടുണ്ട്, കൃത്യമായിട്ട് എനിക്ക് അറിയാൻ വയ്യ. ഇത് ഞാനിപ്പോൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഇതെന്താ കട്ടാവുന്നില്ലേ? കട്ടായി. അത് എറുമ്പ് പിച്ച്. നമുക്ക് മാക്സിമം ചെറുതാക്കാം, എന്നാലേ പെട്ടെന്നത് ചൂടായി വരത്തുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ പിയേഴ്സ് സോപ്പ് നന്നായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പോയി തുളസി കളക്ട് ചെയ്തുകൊണ്ട് വരാം. അത് ഞാൻ വീഡിയോ എടുക്കുന്നില്ല, അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ഗൈസ്, ഞാനിത് തുളസി അരച്ചെടുത്തുകൊണ്ട് വന്നതാണ്. എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഒരു കുറച്ച് തുളസി, നിങ്ങളിത് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു 3-4 ഇല, ഒരു 5-6 ഇല കാണും. ആ ഇല പറിച്ചുകൊണ്ട് വന്ന് മിക്സിയിൽ കുറച്ച് വെള്ളം വീത്തി അരിച്ചെടുത്തതാണിത്. ഇതിനി വേണ്ടത് 100 ഗ്രാം സോപ്പിന് വേണ്ടത് 10 ml തുളസിയുടെ നീരാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത് അതിലോട്ട്. അതിനാവശ്യമായിട്ടുള്ള ഇത് ഞാൻ റെഡിയാക്കി. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് റോസ് വാട്ടറും കൂടെ ചേർക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എല്ലാം ഒരു പരീക്ഷണമല്ലേ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതും കൂടെ ഒഴിച്ച്, അപ്പോൾ ഈ റോസ് വാട്ടർ ഞാൻ ആഡ് ചെയ്യും. പിന്നെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് സാൻഡലിൻ്റെ ഒരു ഫ്രാഗ്രൻസ് ആണ്. അത് ഞാൻ വെച്ചിട്ടുണ്ട്, പിന്നെ കാണിച്ചു തരാം. ആദ്യം നമുക്ക് പോയി ഈ സോപ്പ് ബേസ് അല്ലല്ലോ, ഇത് നമുക്ക് പോയി ചൂടാക്കി കൊണ്ടുവരാം. അപ്പോൾ ഗൈസ്, ഞാൻ 10 ml തുളസിയുടെ നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ശകലം ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ്, ഇത് മോൾഡിലോട്ട് ഒഴിക്കാൻ പോവുകയാണ്. ഞാൻ ഒന്നിൽ ഫുള്ള് നിറച്ചിട്ടില്ല, ഒരു 3/4 വരെ നിറച്ചിട്ടുള്ളൂ. കാരണം നമ്മുടെ കയ്യിൽ ക്വാണ്ടിറ്റി കുറവാണ്. ഗൈസ്, അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു, നമ്മുടെ സോപ്പ് സെറ്റായി. ഇതിനി ഇളക്കി നോക്കാം. അമ്മ ക്യാമറ പിടിക്ക്. അമ്മ ഇളക്കുകയാണ്. ഇളക്കിക്കോ അമ്മ, പതുക്കെ ഇളക്കി. കാണിച്ചു കൊടു. തിരിച്ച്. ഇപ്പോൾ ഗൈസ്, നല്ല തുളസി സോപ്പ്. നല്ല കട്ടിയുണ്ടല്ലേ അമ്മ? പിടിച്ച് നോക്ക്, നല്ല കട്ടിയുണ്ടോയെന്നറിയാലോ. പിടിച്ച് നോക്ക് നന്നായിട്ട്. നല്ല കട്ടിയുണ്ട്. കുറച്ചുകൂടെ ടൈം എടുക്കണമായിരുന്നു, ഞങ്ങൾ പെട്ടെന്ന് ഇളക്കി, അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വരാം. ഇന്ന് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ.